നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ കയറിയിട്ട് വൈസെൻസ് എന്ന് ടൈപ്പ് ചെയ്യുക. സോ വൈസെൻസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ വരുന്ന ഈ ഒരു വെബ്സൈറ്റാണ്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണം. അങ്ങനെ നിങ്ങൾ അതിൻ്റെ ടേംസ് കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക. ലാസ്റ്റ് നെയിമും കൊടുത്തിട്ട് നിങ്ങൾ എന്താ പറയുക നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്യുക. സോ അപ്പോൾ അത് ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് വരും. അതിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള യൂസർ നെയിം നിങ്ങൾ കൊടുക്കുക. ദെൻ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് യു ആർ ഓൾ സെറ്റ്, താങ്ക്സ് ഫോർ അപ്ഡേറ്റിംഗ് യുവർ ഡീറ്റെയിൽസ് എന്ന് കാണിക്കും. ദെൻ അത് നേരെ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും കാണിക്കുക. ഇതിൽ നിങ്ങൾ എഗ്രി ടു ഓൾ കൊടുത്തിട്ട് എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. സോ അത് വീണ്ടും റീഡയറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് പോകും. സോ ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. ഇതിൽ നമ്മൾ എന്താ പറയുക നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പേ ഔട്ട്സോ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പ് നമ്മൾ ഇമെയിൽ വെരിഫൈ ചെയ്യണം. സോ നമ്മൾ നമ്മുടെ ഇമെയിലിൽ പോയിട്ട് നമ്മൾ ഇത് വെരിഫൈ ചെയ്യണം. സോ ഇമെയിൽ കൺഫേം ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് നമ്മളത് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് പോയിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെരിഫൈഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഓരോ സർവീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ആദ്യം സർവീസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം. അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ, ബാക്കിയുള്ള ഡീറ്റെയിൽസ്. സോ അതിനനുസരിച്ചുള്ള സർവേ ആയിരിക്കും അവർ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് തരിക. ഇവിടെ നിങ്ങൾക്കിപ്പോൾ സർവീസ് കാണാൻ പറ്റും. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു സർവേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു സർവേ ലോഡ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ആ ഒരു സർവേക്ക് നിങ്ങൾ എലിജിബിൾ ആണോ നോക്കും. അവർ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ജെൻഡർ ചോദിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ് ചോദിക്കും. അതിനുശേഷം നിങ്ങൾ എപ്പോഴാണ് ജനിച്ചത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. സോ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെ റീഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് പോകും. സോ നിങ്ങളുടെ എന്താ പറയുക എലിജിബിലിറ്റി നിങ്ങൾ കൊടുത്തു അവിടെ. അതിനുശേഷം നിങ്ങൾക്ക് ഓരോ സർവീസ് നിങ്ങൾക്ക് എടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം എൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയ്ക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു സർവേ ഞാനിവിടെ സെലക്ട് ചെയ്തു. സോ സർവേ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി സ്റ്റാർട്ട് സർവേ കൊടുക്കുക. അതിനുശേഷം അവരുടെ സൈഡിൽ നിന്ന് അവർ എന്താ പറയുക സർവേക്കുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. സോ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് സർവേ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. സോ ഈ ക്വസ്റ്റ്യനൊക്കെ ശ്രദ്ധിച്ച് വായിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും എന്താ പറയുക ജസ്റ്റ് റാൻഡമായിട്ട് നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസൊക്കെ വായിച്ച് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മര്യാദയ്ക്ക് വായിച്ച് കൊടുക്കണം. കാരണം ഇവർ ഈ ഒരു സർവേയിൽ ക്വസ്റ്റ്യൻസിൻ്റെ ഇടയിൽ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട്, അതായത് ഇപ്പോൾ മൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, വെനസ്ഡേ എന്ന് പറഞ്ഞിട്ട് അതിൽ മൺഡേ സെലക്ട് ചെയ്യാനായിട്ട് ചോദിക്കുക. അത് ബോട്ടല്ല സർവേ ചെയ്യണേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ നിങ്ങളത് ശ്രദ്ധിച്ച് വായിച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ സർവേയുടെ ഏർണിങ്സ് നിങ്ങൾക്ക് കയറുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഓൾട്ടർനേറ്റീവ്ലി ഇങ്ങനെ ആൻസേഴ്സ് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു സർവേയുടെ ഏർണിങ്സ് നിങ്ങൾക്ക് കയറില്ല. കാരണം അതിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ അവർ ടെസ്റ്റ് ചെയ്യണ ക്വസ്റ്റ്യൻസ് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ആവില്ല. അതായത് ചിലപ്പോൾ ഒരു നമ്പേഴ്സ് 5 വരെയുള്ള നമ്പേഴ്സ് വരും, അതിൽ 4 സെലക്ട് ചെയ്യാൻ പറയും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തരുള്ളൂ. സോ അത് നിങ്ങൾ എന്താ പറയുക ശ്രദ്ധിച്ച് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് സർവേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കേണ്ടാവും ഞാൻ സർവേ ചെയ്തുകൊണ്ടിരിക്കണം. ഏകദേശം ഒരു 10-12 മിനിറ്റ് ഉണ്ടാവും ഒരു സർവേ. മിക്കതും 10-12 മിനിറ്റ്, ചിലത് 10 മിനിറ്റോ ചിലത് 20 മിനിറ്റ് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. സോ ഈ ഒരു സർവേ കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏർണിങ്സ് എന്താ പറയുക നിങ്ങളുടെ ഒരു വാലറ്റിൽ, നിങ്ങളുടെ ഇതിലത്തെ വാലറ്റിൽ കയറിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരെ. സോ നിങ്ങൾക്ക് അതിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങളത് ചെയ്യുക. അതിനുശേഷം സർവേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ താങ്ക് യു ഫോർ ടേക്കിംഗ് യുവർ സർവേ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടാവും. അതിനുശേഷം നിങ്ങളുടെ വാലറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വാലറ്റിൽ നിങ്ങളുടെ എന്താ പറയുക സർവേയുടെ ഏർണിങ്സ് കയറിയിട്ടുണ്ടാവും. ഇപ്പോൾ എൻ്റെ വാലറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ വാലറ്റിൽ ഇത് $0.05 കയറിയിട്ടുണ്ട്. അത് ഞാൻ ചെയ്തൊരു സർവേയുടെ ആയിരുന്നു. അത് ജസ്റ്റ് കുറച്ച് നേരമുള്ള സർവേ ആയിരുന്നു, ജസ്റ്റ് 1 മിനിറ്റിൻ്റെ സർവേ ആയിരുന്നു. സോ അതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഓരോ സർവീസും നിങ്ങൾക്കിങ്ങനെ എന്താ പറയുക കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് എന്താ പറയുക ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്ത് നോക്കണമെങ്കിൽ സെറ്റിങ്സിൽ ഇതുപോലെ അക്കൗണ്ട് സെറ്റിങ്സ് എടുത്ത് നോക്കിയാൽ മതി. സോ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ അതിൽ കാണിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക സെറ്റിങ്സ് എടുക്കുന്നതിനേക്കാളും മുമ്പ് നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതൊരു അക്കൗണ്ട് ഒതൻറ്റിക്കേഷന് വേണ്ടിയിട്ടാണ്.
സോ നിങ്ങൾ സെറ്റിങ്സ് എടുക്കുന്നതിനേക്കാളും മുമ്പ് നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് ഓവർവ്യൂ ആണ് കേട്ടോ, സെറ്റിങ്സ് അല്ല. സോ ഇത് നിങ്ങൾ ഇങ്ങനെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റിങ്സിൻ്റെ പാനലിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. സെറ്റിങ്സിൻ്റെ പാനലിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണിക്കും. സോ ഇതിൽ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാഷ് ഔട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള പേയ്മെൻറ്റ്സ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അതായത് എങ്ങനെയൊക്കെ അവർ പേ ഔട്ട് ചെയ്യുന്നുള്ളൂ. ഇതിൽ പേയ്പാൽ ഉണ്ട്. നമുക്ക് എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പേയ്പാൽ യൂസ് ചെയ്യാം. പേയ്പാൽ യൂസ് ചെയ്യുന്നത് $30 നിങ്ങൾക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പേയ്പാൽ യൂസ് ചെയ്യാം. അല്ല, പേയ്പാൽ $10 പേയ്പാൽ യൂറോ $30. അതിപ്പോൾ $10 നമുക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേയ്പാലിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ എന്താ പറയുക ക്യാഷ് ഔട്ട് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. സോ നിങ്ങൾക്ക് ഇതുപോലെ കംപ്ലീറ്റ് സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും.